ബാക്ക്ലാഷ് 2026 ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വരുന്ന ഞായറാഴ്ച മെയ് 10 തീയതി രാവിലെ 3:30 മുതലായിരിക്കും നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ ഏതൊക്കെ മാച്ചുകളാണ് ഉള്ളതെന്ന് നോക്കിയാലോ. സേത്ത് റോളിംഗ്സ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു മാച്ച് WWE കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഒരുപാട് നാളായി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും റസൽമീനിയയ്ക്ക് വേണ്ടിയിട്ട് മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പരിക്കുകൾ മൂലം ഇവരുടെ മാച്ച് റസൽമീനിയയിൽ നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇവരുടെ ഫ്യൂഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ച് തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ ഒരു 3 മാച്ചുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിലെ ആദ്യത്തെ മാച്ച് ആയിരിക്കും ഇത്. ഇതിൽ വിജയസാധ്യത ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ബ്രോൺ ബ്രേക്കർ വിജയിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. നല്ലൊരു പുഷ് അദ്ദേഹത്തിന് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് സെത്ത് റോളിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ആ ഒരു മാച്ചിൽ വിജയിക്കും. മേ ബി വിഷൻ ടീം ഇന്റർഫിയർ ചെയ്തുകൊണ്ടായിരിക്കും ബ്രോൺ ബ്രേക്കർ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നീടുള്ള മാച്ച് ഡാൻ ഹൗസന്റെ ടാഗ് ടീം മാച്ചാണ്. ഡാൻ ഹൗസനും ഒരു മിസ്റ്ററി പാർട്ണറും കൂടി മിസിനെതിരെയും കിറ്റ് വിൽസനെതിരെയുമാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഡാൻ ഹൗസന്റെ മിസ്റ്ററി പാർട്ണറായിട്ട് വരുന്നത് CM പങ്ക് ആയിരിക്കും എന്നുള്ളതാണ് ഒരുപാട് റൂമറുകൾ കേൾക്കുന്നത്. പങ്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും വിജയം ഡാൻ ഹൗസന്റെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നീട് ട്രിക് വില്യംസ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മാച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് മത്സരം നടക്കുന്നത്. റസൽമേനിയയിലാണ് ട്രിക് വില്യംസ് ചാമ്പ്യൻ ആയത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ട്രിക് വില്യംസിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് പോകാനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല. എന്നാൽ സാമി സെയിൻ ഒരു വില്ലത്തരം കാണിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന മാച്ച് റോമൻ റെയിൻസ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് നല്ല കിടിലനായിരിക്കും. ഫൈറ്റിന് ശേഷം എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈനും ഉണ്ടായിരിക്കും എന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്ലഡ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു മാച്ചിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു 99.99% ചാൻസ് ഉള്ളത് റോമൻ റെയിൻസിന് തന്നെയാണ്. കാരണം റോമൻ ചാമ്പ്യൻ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പേപ്പർ വ്യൂ ആണ്. എന്തായാലും റോമൻ തന്നെ വിജയിക്കുകയുള്ളൂ. പക്ഷേ എന്നാലും രണ്ടുപേരുടെയും കിഡിലൻ പെർഫോമൻസ് കാണാൻ സാധിക്കും. ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ജേക്കബ് ഫാറ്റു റോമൻ റെയിൻസിന്റെ കൂടെ ചേരും, അല്ല എന്നുണ്ടെങ്കിൽ ജേക്കബ് ഫാറ്റുവിന്റെ കൂടെ ഉസോസും ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏത് മാച്ചിന് വേണ്ടിയിട്ടാണ്? ആ ഒരു മാച്ചിൽ ആരായിരിക്കും വിജയിക്കാൻ വേണ്ടി പോകുന്നത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ.